പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം പരിശുദ്ധാത്മ നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാൻ്റെ ബോർഡറിൽ നിന്നും ഗുരുദാസ്പൂരിൽ നിന്നും എല്ലാവർക്കും സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, നമുക്കെല്ലാം സുപരിചിതമായൊരു വാക്യം, അതിൻ്റെ 5-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 2-ന്റെ 5-ാം വാക്യം. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണല്ലോ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. യേശുക്രിസ്തു നമ്മളോട് എന്ത് കൽപ്പിച്ചാലും ചെയ്യുവാൻ തക്കവണ്ണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പദവി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ തികച്ചും അനുസരിക്കുന്ന ഒരു അനുസരണത്തിന്, കാരണം യേശു ക്രിസ്തു നമുക്ക് കാണിച്ചത് നല്ല മാതൃകയാണ്. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. എന്നാൽ ഈ അനുസരണം എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്, ഇവിടെ മറിയ പറയുകയാണ്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. കൽപ്പിച്ചാൽ, യേശു എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ അകത്ത് ഒരു ഒരുക്കം ഉണ്ടാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം എന്ത് കൽപ്പിച്ചാലും അവൻ എന്താണ് നമ്മോട് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടാണ്. വിശ്വാസത്തിൽ ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയോടും അല്ല, മറിച്ച് ക്രിസ്തു യേശുവിനെ വെറും ഒരു വിശ്വാസിയായി ജീവിക്കുന്ന ഒരു വ്യക്തിയോടല്ല, മറിച്ച് ക്രിസ്തു യേശുവിനെ യഥാർത്ഥമായും പിൻപറ്റുന്ന ഒരു വ്യക്തി, യഥാർത്ഥമായി നാം പറ്റുമ്പോൾ നമ്മോട് ദൈവം ചിലതെല്ലാം പറയുകയാണ്. ശിഷ്യന്മാരോടാണ് യേശു ക്രിസ്തു പലതും പറഞ്ഞത് ചെയ്യുവാൻ തക്കവണ്ണം അത് ജനത്തോട് പോയി പറയുവാനിടയെ തീർന്നു. ഇവിടെ യേശു ക്രിസ്തു പറയുകയാണ്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. നമുക്കറിയാം, ആ ഭവനത്തിൽ വളരെയധികം കുറവുകൾ, ഒന്നുമില്ലാത്ത അവസ്ഥ, പ്രത്യേകിച്ച് വീന് കുറഞ്ഞു പോയ ഒരവസ്ഥ. ഏറ്റവും പ്രധാനമായി യഹൂദ നിയമപ്രകാരം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ വീനെന്ന് പറയുന്നത്. കാരണം ഗസ്റ്റിന് കൊടുക്കുന്ന വീന്, ആ വീന് ആ ഭവനത്തിൽ കുറഞ്ഞുപോയി, ആ ഭവനത്തിൽ ഇല്ലാതെ പോയി, കുറഞ്ഞിരിക്കുകയാണ്. കുറഞ്ഞ സമയത്താണ്, ഇല്ലാതെ പോകുന്നതിന് മുൻപ് ആ കുറഞ്ഞ സമയത്താണ് ആ വീന് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീന് ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, വീന് പോരാതെ വരികയാൽ. ഇതിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ വീന് പോരാതെ വരികയാണ്. നമുക്ക് 5-ാം വാക്യത്തിൽ വീന് കുറഞ്ഞു, പോരാതെ വരുന്നു. അപ്പം യേശു അതെ തന്നെ കുറഞ്ഞു. യേശു അവരോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എന്ത് ദൈവം കൽപ്പിച്ചാലും ചെയ്യുവാനുള്ളൊരു മനോഭാവം പരിശുദ്ധാത്മ നമ്മെക്കുറിച്ച് ആകുന്നു. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി ദൈവം നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു പക്ഷേ നമുക്ക് മടി തോന്നാം. യഹൂദര നിയമപ്രകാരം നമുക്കറിയാം, വീനില്ലാത്ത ഒരു വിവാഹം അവിടെ ഇല്ല. കാരണം ഒരു അനുഗ്രഹമാണ് അത് കാണിക്കുന്നത്. അല്പമായ വീന് അവിടെ എല്ലാവർക്കും, ഗസ്റ്റിനെല്ലാം കൊടുക്കുവാൻ തക്കവണ്ണം, വിരുന്നിന് വരുന്നവർക്കെല്ലാം അല്പമായ വീന് കൊടുക്കേണ്ട അവരുടെ നിയമമാണത്. അവരുടെ നമുക്കെല്ലാം അറിയാം അവരുടെ നിയമമാണ്. പക്ഷെ ആ നിയമത്തിന് വിരുദ്ധമായി അവിടെ വീന് പോരാതെ വന്നു. വീന് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും കൽപ്പിച്ചാൽ അവിടെ നമുക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യമുണ്ട്. വളരെ വർഷങ്ങൾ കൊണ്ട് അവർ സൂക്ഷിച്ചു വെക്കുന്ന, യഹൂദ നിയമപ്രകാരം വർഷങ്ങളായി ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഭവനത്തിലെ ആ കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടി അവർ വർഷങ്ങളായി വളരെ താല്പര്യത്തോടെ ആ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന വീനാണ് കുറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു ക്രിസ്തു യേശു അവിടെ ഇരുന്ന പാത്രം, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീനായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീനും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്.
നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു പ്രവൃത്തി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് യേശു ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ്. കാരണം നമുക്കറിയാം, ഒരു പറ എന്ന് പറയുന്നത് ഇവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. 30 ഗാലൻ. നമുക്കറിയാമായിട്ട് ഓരോന്നിലും എന്താ പറയുക 20 അല്ലെങ്കിൽ 30 പറ വീതം കൊള്ളുന്ന അത് ഒരു പറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും 1 ഗാലൻ എന്ന് പറയുമ്പോൾ 3.79 ലിറ്ററാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഒരു ഏകദേശം 30 എങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു 113 ലിറ്ററോളം വരുന്ന എന്താ പറയുക ഓരോ കൽഭരണി 113 അല്ലെങ്കിൽ 114 ലിറ്ററോളം വരുന്ന ഓരോ കൽഭരണി നിറച്ച് ആ ഇല്ലായ്മയുടെ സമയത്ത് യേശുക്രിസ്തു ചെയ്ത അത്ഭുതത്തിൽ 6 കൽഭരണികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 600 ലിറ്ററിലധികം അല്ലെങ്കിൽ 700 ലിറ്ററിന് താഴെ വരുന്ന വെള്ളം മുഴുവനും വീഞ്ഞാക്കി തീർത്തു. അല്പം അവർക്ക് കുറഞ്ഞതോ വീഞ്ഞ് അല്പമാണ്, പക്ഷെ യേശു ചെയ്തപ്പോൾ അത് വലിയൊരു അത്ഭുത പ്രവൃത്തി. അതിൻ്റെ കാരണം അവർ അനുസരിച്ചു എന്നുള്ളത്. ആ അനുസരണയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ആ വിരുന്നിന് വന്നവരെല്ലാം, ആ വീട്ടിലെല്ലാവരും വിരുന്നിന് വന്നു കഴിഞ്ഞു. അവിടെ 6 കൽഭരണികളിൽ ആ വെള്ളം നിറയ്ക്കേണ്ടുന്ന ആവശ്യം ഇനിയില്ല. കാരണം വിരുന്നിനെല്ലാവരും വന്നു. അവരുടെ കൈകാലുകൾ കഴുകുവാൻ, മുഖം കഴുകുവാൻ യഹൂദ നിയമപ്രകാരം ആ വിരുന്നിന് വന്നവർക്ക് മുഖം കഴുകുവാനും കൈകാലുകൾ കഴുകുവാനുമാണ് ആ വെള്ളം വെച്ചിരിക്കുന്നത്. എന്നാൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞു. അവർക്ക് കുറഞ്ഞിരിക്കുന്നത് വീഞ്ഞാണ്. എന്നാൽ യേശു പറയുകയാണ് ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ പറയുകയാണ്. അങ്ങനെ നിറയ്ക്കുവാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം വിവാഹത്തിന് എല്ലാവരും വന്നു കഴിഞ്ഞു, വീഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, വിരുന്നിനെല്ലാവരും വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ വാക്കിന് അവർ ആ വെള്ളം നിറയ്ക്കുവാൻ ഇടയെ തീർന്നു. അവരെന്തിനു നിറച്ചെന്ന് അവർക്ക് പോലും അറിയില്ല. അത് കോരി കൊണ്ടുപോയി കൊടുക്കുവാൻ പറഞ്ഞപ്പോഴും ആ വെള്ളത്തിൻ്റെ നിറം അതുപോലെ അതുപോലെ പച്ചവെള്ളത്തിൻ്റെ നിറമായിരുന്നു. അതിന് നിറമില്ലായിരുന്നു, ഒരു വെള്ളത്തിൻ്റെ നിറം തന്നെ. ആ വെള്ളം കോരിക്കൊണ്ട് പോയെന്നാണ് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുന്നത്. വെള്ളം കോരിക്കൊണ്ട് എന്താ പറയുക വിരുന്നിൻ്റെ ആ ഓണറിന് അവർ കൊടുക്കുവാനായി ഇടയായി തീർന്നു. ആ ഉടമസ്ഥന് കൊടുത്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ വെള്ളം എപ്രകാരം അത് മാറി, ആ വെള്ളത്തിൻ്റെ അവസ്ഥ മാറുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ അവസ്ഥ അവൻ്റെ വായിൽ അവർ രുചിച്ചാറേ, വെള്ളം രുചിച്ചാറേ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ വെള്ളം രുചിച്ചപ്പോൾ ആ വെള്ളം വീണായിത്തീരുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുവാൻ ഇടയെത്തുന്നു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുവാൻ തക്ക വേണം. ദൈവം എന്ത് കൽപ്പിച്ചാലും, ദൈവം എന്താണ് നമ്മോട് കൽപ്പിക്കുന്നത് അത് നമ്മൾ അതുപോലെ അനുസരിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതിയെ മാറ്റുവാൻ, വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞവരും അനുസരിച്ചു. യേശു ആരോടെ നിറയ്ക്കുവാൻ പറഞ്ഞത് അവർ അനുസരിച്ചു യേശുവിനെ. അവർ ഒരിക്കലും ചിന്തിച്ചില്ല വിരുന്നിന് ആൾക്കാർ വന്നു കഴിഞ്ഞല്ലോ, നിറയ്ക്കേണ്ട ആവശ്യം എന്താണെന്ന് ചിന്തിച്ചില്ല. അത് നിറച്ചു, അതിൻ്റെ വക്കോളം നിറയ്ക്കുവാൻ ഇടയെ തീർന്നു. അത് കോരി വീഞ്ഞ് വാഴിക്ക് കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ അവരും അനുസരിച്ചു. വെള്ളം എന്തിനാണ് കോരി വീഞ്ഞ് വാഴിക്ക് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ വന്നില്ല. മറിച്ച് അവന് രുചി നോക്കുവാനായി വീഞ്ഞ് വാഴിക്ക് അത് രുചി നോക്കുവാനായിട്ട് അത് വെള്ളമാണ് അവർ കോരിക്കൊണ്ട് പോകുന്നത്. എന്നാൽ വീഞ്ഞ് വാഴിയുടെ വായ്ക്കകത്ത് അവൻ രുചിച്ചറിയ വെള്ളമാണ് അവൻ രുചിക്കുന്നത്. വെള്ളം രുചിച്ചറിയ അത് വീഞ്ഞായി മാറുന്ന ഒരു അവസ്ഥ. ദൈവത്തിന് കഴിയാത്തതായി ഒരു കാര്യം. നാം അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സകലതും കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനത്തെ കാണാൻ സാധിക്കുന്നു. നാം അനുസരിക്കുന്നവരിലൂടെയാണ് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം അനുസരിക്കുന്നവർ അത്ഭുതം കാണാൻ, അവിടെ ഉള്ള എല്ലാവരും അല്ല അത്ഭുതം കണ്ടത്, മറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അനുസരിച്ചവർ ആ മഹാത്ഭുതം കാണുവാൻ ഇടയായി തീർന്നു. കുറച്ചു പേർ, അവിടെ വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേർ അനുസരിച്ചു. ആ അനുസരണം അനേകർക്ക് ഒരു ആനന്ദമായി, സന്തോഷമായി തീരുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ അനുസരണം, കർത്താവ് എന്ത് കൽപ്പിച്ചാലും നാം അനുസരിക്കുന്നുവെങ്കിൽ നാം റോമലേഖനം 8:23 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു ഞെരുക്ക്, നമ്മുടെ ആത്മാവ് ഞെരുങ്ങുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വാക്യഭാഗത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. റോമർ അധ്യായം 8 അതിൻ്റെ 23 വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
ഇവിടെയാണെങ്കിലും പഞ്ചാബിൽ ഞങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ ചോദിക്കാറുണ്ട് ദൈവം എന്താണ് ചെയ്യേണ്ടുന്നത്, ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തി. കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിലും ഞങ്ങൾ ഒരു വില്ലേജിലേക്ക് രാവിലെ സമയത്ത് കടന്നു പോകുന്ന സമയത്ത് പരിശുദ്ധാത്മ പറഞ്ഞ ആ വില്ലേജിലേക്ക് കടന്നു പോകുവാൻ ഞങ്ങളോട് കടന്നു പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് മറ്റൊരു സഹോദരി ഇതൊന്നും അറിയാതെ അവർ നമ്മൾ വിളിക്കുവാൻ ഇടയെത്തുന്നു, അവിടെ ഒന്ന് വരാമോ. അവിടെ ചെന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് ഞാനും എൻ്റെ മകളും കൂടിയാണ് പോകുന്നത്. ആ സമയത്ത് അവിടെ ചെന്ന സമയത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി, അനേകർ ജീവിതങ്ങൾ, യൗവനക്കാരായിരിക്കുന്നവർ, ക്രിസ്തുവേശുവിലേക്ക് അടുക്കാത്ത അനേകർ ക്രിസ്തുവേശുവിലെ അടുക്കുവാൻ അവർ കുടുംബങ്ങളായി ദൈവിക നിർണയത്തിൽ വന്ന് ക്രിസ്തുവുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിലായി തീരുവാൻ തക്കണം. യൗവനക്കാരും കുഞ്ഞുങ്ങളും അതുപോലെ സഹോദരി സഹോദരന്മാരും ആ ബന്ധത്തിലായി തീരുവാൻ നാം അനുസരിക്കുന്നുവെങ്കിൽ, ഇവിടെ നമുക്കറിയാം പഞ്ചാബിലെല്ലാം നല്ല തണുപ്പിൻ്റെ സമയമാണ്. തണുപ്പെന്ന് പറയുമ്പോൾ ഇവിടെ ഒത്തിരി ഫോഗൊക്കെ ഉണ്ട്, നല്ല തണുപ്പിൻ്റെ സമയം. പക്ഷേ ഈ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ആ രാവിലെ സമയങ്ങളിൽ കടന്നു പോകാൻ സാധിക്കും? അല്ലെങ്കിൽ ആ സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം നാം പറയുന്നത് അനുസരിച്ചാൽ അതിൻ്റെ ഫലമാണ് അനേക ജീവിതങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടയെത്തുന്നു. ഇവിടെ 23 പറയുന്നു, ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഞാൻ ഈ ഉള്ളിൽ ഞരങ്ങുന്നു എന്നുള്ളൊരു വിഷയമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അനുസരണത്തോടനുബന്ധിച്ച് നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ യഥാർത്ഥമായിട്ടും ഉള്ളിലൊരു ഞരക്കം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം ലോകവുമായിട്ട് നമ്മുടെ ബന്ധം വ്യത്യസ്തമാണ്. പുറം ലോകം അനുസരണക്കേടിൽ, ദൈവത്തെ അനുസരിക്കാതെ അനുസരണക്കേടിലായിരിക്കുമ്പോൾ ദൈവം നമ്മോടൊരു ശബ്ദം പറയുകയാണ്, ദൈവം കൽപ്പിക്കുകയാണ്, ഇത് ചെയ്യുവിൻ. ദൈവം അത് ചെയ്യുവാൻ പറയുമ്പോൾ പുറം ലോകത്തിന് അത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. യേശുക്രിസ്തു വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് കോരി വീഞ്ഞ് വഴിക്ക് കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ അതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എന്നാൽ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അനുസരിക്കുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ പുറം ലോകത്തിൽ നിന്നും തിക്താനുഭവങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങളെല്ലാം ഈ അനുസരണം കൊണ്ടുവരാം. അനുസരിക്കുന്നത് കൊണ്ട് അവർക്ക് വളരെയധികം നിന്ദ വരാം. ഒരു പക്ഷേ പലരും ചോദിച്ചാൽ ഇതെന്തിനാണ് വെള്ളം നിറയ്ക്കുന്നത്, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ എന്തിനാണ് വീഞ്ഞു വഴിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത് രുചി നോക്കാൻ? കാരണം വെള്ളത്തിന് രുചിയില്ലാത്ത ഈ വെള്ളം എന്തിന് വീഞ്ഞു വഴിക്ക് രുചി നോക്കുവാൻ കൊടുക്കുന്നു? അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം അത് ആരാ അവരോട് കൽപ്പിച്ചത്. സൃഷ്ടികർത്താവ് അവരോട് പറഞ്ഞു. സൃഷ്ടികർത്താവ് പറഞ്ഞത് തീർത്തും അവർ അനുസരിക്കുന്നുവെങ്കിൽ അവർക്കറിയാം, അനുസരിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭമായിരുന്നു. എങ്കിലും ക്രിസ്തു യേശുവിൻ്റെ ശബ്ദത്തെ അനുസരിക്കുവാൻ അവർ തയ്യാറായി. അനുസരിച്ചത് അവരുടെ ജീവിതത്തിൽ അവർക്കല്ല, മറിച്ച് അനേകരുടെ ജീവിതത്തിന് ഒരു വലിയ അത്ഭുതമായി തീരുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റു, രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിച്ച കാര്യമാണ് ഇന്ന് പുറപ്പെട്ട് എവിടെയാണ് പോകേണ്ടത്? ഒരു പ്രത്യേക ഗ്രാമത്തെ ദൈവം കാണിച്ചു തന്നു. ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു പോയപ്പോൾ ദൈവം എന്താ ചെയ്തത്? ഒരു വലിയ ദൈവപ്രവൃത്തി അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റം വരത്തക്ക രീതിയിൽ, അവരുടെ തീരുമാനങ്ങളിൽ മാറ്റം വരത്തക്ക രീതിയിൽ യൗവനക്കാർ, വചനം വായിക്കാത്തവർ, പ്രാർത്ഥിക്കാത്തവർ വചനം വായിക്കുവാൻ, പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാൻ തക്ക വേണം ഇടയെ തീർന്നു. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നു, ദൈവം തന്നോട് കൽപ്പിച്ചത് ഒക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, നോഹ ദൈവം തന്നോട് കൽപ്പിച്ചത് ഒക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. വ്യക്തിപരമായിട്ടാണ് കർത്താവ് അനുസരണത്തിൻ്റെ കാര്യം നമ്മോട് പറയുന്നത്. ഒരിക്കലും ദൈവം ഒരു ഗ്രൂപ്പോട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുന്നല്ല, മറിച്ച് വ്യക്തിപരമാണ്. ഈവൻ യോനായുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുകയാണെങ്കിൽ യോനൻ നിനവയിലേക്ക് കടന്നുപോയി. ദൈവം യോനയോട് പറയുകയാണ്, നീ വചനം പ്രസംഗിക്കുക. പക്ഷെ വചനം ഏറ്റെടുക്കുന്നത് വ്യക്തിപരമാണ്. ഒരു നിനവ പട്ടണത്തോടാണ്, ദുഷ്ടത നിറഞ്ഞ അല്ലെങ്കിൽ മാനസാന്തരമില്ലാതിരിക്കുന്ന ആ സമൂഹത്തോട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്
വിളിച്ചിട്ട് പറയുമ്പോൾ അവിടെ കടന്നു പോവുകയാണ്. അവിടെ കടന്നു പോയിട്ടൊരു പട്ടണത്തോടാണ് വിളിച്ച് പറയുന്നതെങ്കിലും ആ വചനം വ്യക്തിപരമായിട്ടാണ് ഓരോ ഹൃദയങ്ങളിലേക്കും കയറി ചെല്ലുന്നത്. വ്യക്തിപരമായി കേട്ട വചനം അവരുടെ ഹൃദയങ്ങളിലേക്ക് കയറി ചെന്നത് അവരുടെ ജീവിതത്തിലേക്ക് പരിവർത്തനത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. നമ്മൾ കാണാൻ സാധിക്കുന്നു, നോഹ എന്ത് ദൈവം പറഞ്ഞത് കൽപ്പിച്ചതൊക്കെയും ചെയ്തു. ഇവിടെ നോഹ കൽപ്പിച്ചതൊക്കെയും ചെയ്തു. നോഹയോട് ദൈവം കൽപ്പിച്ചത് എന്തായിരുന്നു? ആദ്യം പ്രസംഗിക്കുവാൻ പറഞ്ഞു. ദൈവവചനം പ്രസംഗിച്ചു. പെട്ടകം ഉണ്ടാക്കുവാൻ പറഞ്ഞു. പെട്ടകം ഉണ്ടാക്കി. ആ പെട്ടകം ഉണ്ടാക്കുന്ന സമയത്ത് അവൻ പ്രസംഗിക്കുന്നവനായിരുന്നു. അവൻ കണ്ടിന്യൂസ് ആയി ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നോഹ ദൈവവചനം പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ ആലോചനകളെ, ദൈവത്തിൻ്റെ ശബ്ദത്തെ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നവനായിരുന്നു. എന്നാൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ യോനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും യോനിയുടെ വ്യക്തിപരമായി ദൈവം ഒരു കാര്യം പറയുമ്പോൾ ഒരു കൂട്ടത്തോട് ചെന്ന് പറയുവാനാണ് പറയുന്നത്. ഒരു കൂട്ടത്തോട് പറയുമ്പോഴും ആ വചനം ഏറ്റെടുക്കുന്നത് വ്യക്തിപരമാണ്. ജനം ഏറ്റെടുക്കുന്ന വചനം വ്യക്തിപരമാണ്. കാരണം കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴും യേശുക്രിസ്തു ഓരോരുത്തരോടും സംസാരിച്ച് വ്യക്തിപരമാണ്. ഞങ്ങൾ കടന്നുപോയ ഗ്രാമത്തിലാണെങ്കിലും ഒരു വലിയ കൂട്ടം അവിടെ വന്നിരുന്നു. ആ കൂട്ടത്തോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായാണ് തീരുമാനങ്ങളിലേക്ക് ജനം വരുന്നത്. ഒരു വ്യക്തിയുടെ തീരുമാനമല്ല മറ്റൊരു വ്യക്തിയുടെ തീരുമാനം. എന്നാൽ ജനം ആ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ഒരവസ്ഥ, ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന, ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഒരു തീരുമാനത്തിലേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ അവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ദൈവജനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ. നമുക്ക് എന്താ പറയുക, എരീഹോ പട്ടണത്തെക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എരീഹോ പട്ടണത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ. യോശുവയുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്ന 6-ാം അധ്യായത്തിൽ, എന്നാൽ എരീഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയ എരീഹോ പട്ടണം ആരും പുറത്തിറങ്ങിയില്ല, അതിൽ നിന്ന് അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരീഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നാം മാനുഷികമായി നോക്കുമ്പോൾ ഏൽപ്പിച്ചിട്ടില്ല, എന്നാൽ ദൈവം പറയുകയാണ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരെയും ഒരു വട്ടം പട്ടണത്തെ, നിങ്ങൾ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. നാം യോദ്ധാക്കളെ കുറിച്ച് പറയുമ്പോൾ, ഞങ്ങൾ ആ ഗ്രാമത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പൈതലിനെ, ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൾ പ്രാർത്ഥനയുടെ യോദ്ധാവാകും. ആ കുടുംബത്തിൽ ആ കുഞ്ഞ് അവളെ മുട്ടുമടക്കി ദൈവസന്നിധി ഞങ്ങൾ പറഞ്ഞതുപോലെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. യേശുക്രിസ്തു പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച്, ഞങ്ങളുടെ കുടുംബമായി പഠിപ്പിച്ചൊരു കാര്യമാണ് മുഴങ്കാലിലിരുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വേഗത്തിലുള്ള മറുപടിക്ക് കരങ്ങളെ ഉയർത്തി നാം മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ചില പ്രാർത്ഥനകൾ ക്രിസ്തുവേശുവിനോട് ചേർന്ന് ദൈവം കൽപ്പിച്ചതുപോലെ, അവൻ പറയുന്നതുപോലെ, ദൈവം നമ്മെ പഠിപ്പിച്ചതുപോലെ, അവൻ്റെ വചനത്തിന് അധിഷ്ഠിതമായി, അവൻ്റെ വചനത്തിന് അധീനപ്പെട്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ എല്ലാവരും യോദ്ധാക്കൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. യോദ്ധാക്കൾ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നാം ക്രിസ്തുവിൻ്റെ യോദ്ധാക്കളായി, പ്രാർത്ഥനയുടെ യോദ്ധാക്കൾ, സർവായുധവർഗം ധരിച്ച യോദ്ധാക്കൾ. നമുക്കറിയാം സർവായുധവർഗത്തിൻ്റെ 18-ാം വാക്യത്തിൽ എഫെസ്യർ 6:18 കാണുവാൻ സാധിക്കുന്നു. അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെ നമ്മുടെ ആത്മാവിലും മനസ്സിലും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ദൈവമായിട്ട് ബന്ധത്തിൽ. ഇങ്ങനെ 6 ദിവസം ചെയ്യണം, കൽപ്പിക്കുകയാണ് ദൈവം, അങ്ങനെ ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിൻ്റെ മുൻപിൽ നടക്കണം. ദൈവം പറഞ്ഞതുപോലെ അവർ ചെയ്തു. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുൻപിൽ അതൊരു വളരെ എന്തിനാണിത് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകാം. പക്ഷേ ദൈവം എന്ത് പറഞ്ഞു കൽപ്പിച്ചോ അതുപോലെ അവർ ചെയ്തു. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. ദൈവം എന്തു പറഞ്ഞു അതുപോലെയാണ് അവർ ചെയ്യുന്നത്. അവർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം
കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ചെയ്യാത്ത കാര്യം, പക്ഷെ ദൈവം പറയുകയാണ് നീ അത് ചെയ്യണം, ഞാൻ കൽപ്പിക്കുന്നതൊക്കെ നീ ചെയ്യണം, ചെയ്താൽ നീ എൻ്റെ സ്നേഹിതനായി തീരും. ചെയ്താലാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം. യേശുക്രിസ്തു അതിന് ഉത്തരം മാതൃക നമുക്ക് നൽകി തന്നു. അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ കാണുന്നു, ആർപ്പിടേണം, അപ്പോൾ പട്ടണം അതിൽ വീഴും. ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. നൂൻ്റെ മകനായ യോശുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് നിയമപെട്ടകം എടുപ്പിൻ. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞത് അതേ ശബ്ദമായി യോശുവ പറയുന്നത്. ഒരു വാക്കുപോലും കൂട്ടുകയോ ഒരു വാക്കുപോലും കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ ചെയ്യുവാൻ, അതുപോലെ ദൈവം എന്ത് കൽപ്പിച്ചാലും, പലപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യനാണ്, എന്താ പറയുക, ദൈവം കൽപ്പിച്ചു, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി ദൈവത്തെ അനുസരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ അകത്തൊരു ഞെരുക്കം, നമ്മൾ റോമലേഖനം 8:23 വായിച്ചതുപോലെ ആ ദൈവിക അനുസരണത്തിലേക്ക്. കാരണം പുറം ലോകം അനുസരിക്കുന്നില്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവർ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ നാം ചിന്തിക്കും ഇന്ന വ്യക്തി അനുസരിക്കും എന്നാൽ ഞാൻ അനുസരിക്കാം. അങ്ങനെയല്ല, ദൈവം വ്യക്തിപരമായിട്ടാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ദൈവം പറയുന്നത് പോലെ ചെയ്ത് അവനെ അനുസരിക്കുവാൻ. ഇവിടെ അതിൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്നു, ജനത്തോട് അവൻ, നിങ്ങൾ ചെന്നു പട്ടണത്തെ ചുറ്റി നടപ്പിൻ. ഇതുവരെ അവർ ചെയ്യാത്തൊരു കാര്യമാണ് പട്ടണത്തെ ചുറ്റി നടപ്പിൻ എന്ന് പറയുന്നു. ആയുധപാണികൾ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ നടക്കണം എന്ന് പറഞ്ഞു. യോശുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ യഹോവയുടെ മുൻപിൽ നടന്നു കാഹളമൂതി. യഹോവയുടെ നിയമപെട്ടകം അവരുടെ പിന്നാലെ ചെന്നു. ആയുധപാണികൾ കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുൻപിൽ നടന്നു. ശേഷമുള്ള കൂട്ടം പെട്ടകത്തിൻ്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. നമുക്കറിയാം 6 ദിവസം ഇവര് അങ്ങനെ ഈ നടപ്പാണ് ഒരു അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം ദൈവം കൽപ്പിച്ചത് അതുപോലെ അനുസരിക്കുക എന്നുള്ളത്. ഈ പഴയ നിയമകാലത്തിൽ ദൈവം കൽപ്പിച്ചതുപോലെ ജനം അനുസരിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വചനത്തെ നോക്കുമ്പോൾ ദൈവം എന്താണ് വചനത്തിൽ കൂടെ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിപരമായി നാം മുഴങ്കാലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് എന്താണ് കൽപ്പിക്കുന്നത്, നാം അതുപോലെ ചെയ്യുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവം അന്വേഷിക്കുന്നത്. നമ്മുടെ തലമുറയിൽ, നോഹയുടെ തലമുറയിൽ നീതിമാനായി നിഷ്കളങ്കനായി ദൈവം നോഹയെ മാത്രം കണ്ടെന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തികച്ചും നിഷ്കളങ്കമായി ദൈവം എന്ത് കൽപ്പിച്ചാലും, ഒരു കുഞ്ഞോട് പറയും ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, ചോദ്യചിഹ്നമില്ല, മറിച്ച് ചോദിക്കാതെ അത് ചെയ്യുന്ന ഒരവസ്ഥ. അതുപോലെ ക്രിസ്തുവിൻ്റെ അനുഗാമികളായിരിക്കുന്ന നാം ഓരോരുത്തരും അതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ ആ കുഞ്ഞുങ്ങളുടെ നിലവാരത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. യോശുവ ജനത്തോട് ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും അരുത്. ഇവിടെ 3 കാര്യമാണ് യോശുവ പറയുന്നത്. നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ, എത്ര ദിവസമാണ് അത് അറിയില്ല. അവൻ ജനത്തോട് എത്ര ദിവസം എന്ന് പറഞ്ഞെന്ന് നമുക്കറിയില്ല. എന്നാൽ ഞാൻ കൽപ്പിക്കുന്ന നാൾ വരെ. യോശുവ പറയാതെ അവരെ ആർപ്പിടരുത്. ഒന്നാമത്തെ കാര്യം, അവർ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും അരുത്. നമ്മളൊന്ന് ഞാൻ ജമ്മു കാശ്മീരിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്കെല്ലാം മൗനവ്രതം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുമ്പോൾ തന്നെ നാം ദൈവത്തോട് മാത്രം മിണ്ടും, ജനത്തോട് ആരോടും മിണ്ടില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ ഉപവാസമായി ദൈവമായിട്ട് ദൈവവചനവുമായിരിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു വാക്ക് പോലും പുറപ്പെടുവിക്കാതെ. എന്നാൽ പല മിഷണറിമാരും പലരും അത് മറന്നുപോയി ഇടയ്ക്കെല്ലാം സംസാരിക്കുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു വാക്കും പുറപ്പെടുവിക്കാതെ 24 മണിക്കൂർ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ പല ദിവസങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ നാവിനെ കൺട്രോൾ ഇടുവാൻ, നിയന്ത്രിക്കുവാൻ അത് മുഖാന്തരമായി തീരും. അങ്ങനെ എന്താ പറയുക, ജമ്മു കാശ്മീരിലായിരുന്ന സമയത്ത് ഉപവാസത്തോടുകൂടെ മൗനവ്രതം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് മാത്രം സംസാരം, ദൈവമായിട്ട് നിശബ്ദമായി ദൈവമായി സംസാരിക്കുന്നു, ദൈവവചനം വായിക്കുന്നു, മറ്റാരുമായിട്ടുള്ള സംസാരങ്ങളില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എത്ര ബുദ്ധിമുട്ടാണ്. ഒരു പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടാണ്. ഒരു വാക്കും പുറപ്പെടുവിക്കുകയും അരുത്. അതിൻ്റെ ശേഷം ആർപ്പിടാം എന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റി വളഞ്ഞു. പിന്നെ അവർ പാളയത്തിലേക്ക് വന്നു, പാളയത്തിൽ പാർത്തു. ഇങ്ങനെ 6 ദിവസം. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെയും അവർ അതികാലത്തെ എഴുന്നേറ്റു. പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. 7 പുരോഹിതന്മാർ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എത്ര അനുസരണത്തോടെ, ആ അനുസരണത്തിൻ്റെ ഫലം എന്തായിരുന്നു? തകർക്കുവാൻ ഒരിക്കലും ഒരു മനുഷ്യന് പോലും സാധ്യമല്ലാതെ ഉറപ്പുള്ള ആ പട്ടണത്തിൻ്റെ ആ ഭിത്തികളെല്ലാം സകലതും, ആ മതിലുകൾ തകർന്നു വീഴുവാനിടയെ തീർന്നു. നാം ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് നമുക്ക് വിടുതൽ ആവശ്യമായിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് നമുക്ക് സമ്പൂർണ്ണമായിരിക്കുന്ന ജയമായി ആവശ്യമായിരിക്കുന്നത്, ആ വിഷയത്തിൽ സമ്പൂർണ്ണമായി ജയം ദൈവം നൽകി തരുവാൻ തക്കവണ്ണം ഇടയെ തരും. ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ജയകരമായൊരു ജീവിതം നയിക്കുവാനാണ്. ജയകരമായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, ജയകരമായ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം. കാരണം ഈ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്നത്, നോഹ അവൻ്റെ കാലഘട്ടത്തിൽ എത്ര അനുസരണയോടെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചു, അല്ലെങ്കിൽ നോഹയുടെ കാലശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നോഹയുടെ കാലശേഷവും അബ്രഹാം നമുക്ക് കാണാൻ സാധിക്കുന്നു. അബ്രഹാം പുറപ്പെട്ടത് എല്ലാം നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് പോകാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഇവിടെ എബ്രായർ എഴുതിയിരിക്കുന്ന നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ ഒരു വലിയ പട്ടിക തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു. ആ പട്ടികയിൽ അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകമായിട്ടും നമുക്ക് വിശ്വാസവീരന്മാരുടെ ഒരു വലിയ പട്ടികയുണ്ടല്ലോ, ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യത്തിൽ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെടുന്ന ഒരു അബ്രഹാം എങ്ങനെയാണ് നമുക്കറിയാം? ദൈവം തന്നെ വിളിച്ചപ്പോൾ, അങ്ങനെ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടിയിട്ടില്ല, പക്ഷേ അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല, എവിടേക്കൊന്ന് പോകുന്നെന്ന് അറിയാതെ പുറപ്പെട്ടു. ഇവിടെ നമുക്ക് യെരിഹോവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ആ പട്ടണം ഏൽപ്പിച്ചെന്നാണ് ദൈവം യോശുവയെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് 7 ദിവസത്തെ ഈ ചുറ്റി നടപ്പും ആർപ്പും ഇടുന്നതിന് മുമ്പ് 7 ദിവസത്തിന് മുമ്പാണ് ദൈവം യോശുവയോട് പറയുകയാണ്, നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അനുസരിക്കുവാൻ തയ്യാറുള്ളവരെ ദൈവം ബ്ലൂ പ്രിൻ്റ് ഏൽപ്പിക്കുന്ന ദൈവമാണ്. അതിൻ്റെ യഥാർത്ഥമായിട്ടും എന്താണ് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം ബ്ലൂ പ്രിൻ്റാക്കി നമ്മെ കാണിച്ച് നമ്മെ ഏൽപ്പിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മോട് പറയാൻ, നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി നിനക്കാണ്, ഇനി അടുത്തത് നമ്മൾ പണി നടക്കുകയാണ്. ബ്ലൂ പ്രിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പണി തുടങ്ങുവാൻ കഴിയും. ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെയും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം വാഗ്ദത്ത ദേശം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം വാഗ്ദത്ത ദേശത്തേക്ക്, കാരണം അനുസരണം യഥാർത്ഥമായി കൂടെ കാണാൻ സാധിക്കുന്നു. ഓരോ കാലഘട്ടത്തിൽ നോഹയുടെ സമയത്ത് ദൈവം അനുസരണമുള്ള ഒരു നോഹ, നിഷ്കളങ്കനും നീതിമാനുമായ ഒരു നോഹ. ഇതുപോലെ അബ്രഹാമിൻ്റെ സമയത്ത് ഈ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു, എൻ്റെ മുൻപാകെ നടന്ന് നീതിമാനായി അല്ലെങ്കിൽ ദോഷം വിട്ടകന്നവനായി തീരുവാൻ തക്കവണ്ണം
ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദോഷം വിട്ടകന്ന് എൻ്റെ മുൻപാകെ നടക്കണം. ദൈവചനം കാണാൻ സാധിക്കുന്നു, ദോഷം വിട്ടകലുവാൻ തക്കവണ്ണം ദൈവം മുൻപാകെ അബ്രഹാം നടന്നു. അതുപോലെ നോഹയുടെ ജീവിതത്തിൽ, നോഹയുടെ കാലഘട്ടത്തിലാണെങ്കിലും നോഹ എപ്രകാരമാണ് യഥാർത്ഥമായിട്ടും ദൈവവചനത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം, ദൈവവചനത്തിന് ചെവി കൊടുക്കുവാൻ തക്കവണ്ണം, അതുപോലെ ആരും ചെയ്യാത്തൊരു പ്രവൃത്തി നോഹ ചെയ്തു, ആരും ചെയ്യാത്ത പ്രവൃത്തി അബ്രഹാം ചെയ്തു. അതുപോലെ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്നും ഈ കാലഘട്ടത്തിലും. ഈ പുതിയ നിയമകാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തു, ആരും പ്രവർത്തിക്കാത്തത്, ആരും ചെയ്യാത്തത്. ഇന്ന് യേശുവിൻ്റെ ശിഷ്യരായിരിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മ പറയുന്നത്, ആരും ചെയ്യാത്ത കാര്യം പലതും ദൈവം നമ്മെ ഏൽപ്പിക്കുന്നുണ്ട് ഈ അന്ത്യകാലത്ത് ചെയ്യുവാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, രാത്രി മുഴുവൻ മീൻ പിടിക്കുന്നത് രാത്രിയാണ്, പകല് മീൻ പിടിക്കാൻ സാധ്യമല്ല. ഇവൻ പറയുകയാണ്, അപ്പം പകലാണ് ഈ ശീമോൻ പറയുന്നത്. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, മീൻ പിടിക്കേണ്ട നിയമത്തിനനുസരിച്ച് രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ സമയം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ സമയം വ്യത്യസ്തമാണ്. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നമ്മൾ അതുപോലെ ചെയ്യുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും യേശുവിൻ്റെ വാക്കിന് വലയിറക്കണം. യേശു എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യുവാനാണ്. ഇന്നും പരിശുദ്ധാത്മ നമ്മോട് എന്തെങ്കിലും കൽപ്പിക്കുന്നത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എങ്ങനെയാണ്, പലപ്പോഴും നമുക്ക് ചോദ്യമാണ്, ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല, ദൈവം എന്ത് കൽപ്പിച്ചാലും, ദൈവത്തിൻ്റെ നിയമം, ദൈവം എന്തു പറഞ്ഞാലും, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കും. നമ്മുടെ ദേശനിവാസികൾ ഒരിക്കലും ഒരുപക്ഷെ എന്താ പറയുക, പലതും നാം കണ്ടിട്ടില്ലായിരിക്കും അങ്ങനെ ചെയ്തതായിട്ട്. ഒരുപക്ഷെ ദൈവവചനത്തിന് മുഴങ്കാൽ മടക്കി കരമുയർത്തി ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നത് എഴുതിയിട്ടുണ്ട്. എന്നാൽ മുഴങ്കാൽ മടക്കി കരമുയർത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നാം ഉപവസിക്കുന്നുവെങ്കിൽ, ദൈവസന്നിധി സമയം ചിലവഴിക്കുന്നുവെങ്കിൽ, നാം ദൈവവചന പ്രകാരം തന്നെ അവൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ദൈവം പറയുന്നതായ ഓരോ ഇൻസ്ട്രക്ഷനും അതുപോലെ നാം അനുസരിക്കുന്നുവെങ്കിൽ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം. നോഹയുടെ ജീവിതത്തിൽ അനുഗ്രഹം എന്താ, ഒരു കുടുംബം വിടുവിക്കപ്പെടുവാൻ ഇടയിത്തീർന്നു. ആ കുടുംബം വിടുവിക്കപ്പെടുവാൻ സാധ്യതയില്ല. നോഹയുടെ 3 മക്കൾ ഷേം, ഹാം, ജാഫെത്ത് അനുസരണക്കേട് കാട്ടാമായിരുന്നു, എങ്കിലും അനുസരണക്കേട് കാട്ടാതെ ആ കേട്ട വചനത്തെ ആ 3 മക്കളും അതുപോലെ അവരുടെ ഭാര്യമാരും നോഹയുടെ ഭാര്യയും അനുസരിച്ചു. അപ്പോൾ അവർ അനുസരിച്ചതാണ് അവരുടെ ജീവിതത്തിൽ പെട്ടകത്തിൽ കയറുവാനുള്ള ഭാഗ്യപദവി ലഭിച്ചത്. അബ്രഹാം ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു, പുറപ്പെട്ടു. എവിടേക്കാ പോകുന്നതെന്നറിയില്ല, ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു, പുറപ്പെട്ടു. ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു, അതിൻ്റെ പ്രവൃത്തി കാണാൻ വേണ്ടി എത്തുന്നു. ഞാൻ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ പലയിടങ്ങളിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിടാറുണ്ട്. ദൈവം ഞങ്ങളോട് സംസാരിക്കാൻ ഇന്ന സ്ഥലത്ത് പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, വേണ്ട കർത്താവ് ഇപ്പോൾ പോകണ്ട, ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കും, പോകുവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയും ഇപ്പോൾ പോകണം. അതൊരു നീഡായിട്ട് ദൈവം പറയാറുണ്ട്. അത് അത്യാവശ്യമാണ്, പോയേ പറ്റൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി എന്തിനാണ് ദൈവം അവിടെ കൊണ്ടുവിട്ടത് നമുക്കറിയില്ല. എന്നാൽ അവിടെ പോയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ വെളിപ്പെടുത്താറുണ്ട്. പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയാറുണ്ട്. ഇന്ന വിഷയത്തോടനുബന്ധിച്ചാണ്, ഈ വിഷയത്തോടനുബന്ധിച്ചാണ് ഇന്ന ദേശത്ത് അല്ലെങ്കിൽ ഇന്ന ഭവനങ്ങളിൽ ദൈവം അയക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങൾ പരിശുദ്ധം വ്യക്തതയോടെ പറഞ്ഞ് ആ ഭവനങ്ങളിലുള്ള വിടുതലിൻ്റെ, ദൈവം പറയുന്നതായ
ആത്മീയമായ ശബ്ദം അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, എങ്ങനെ വചനപ്രകാരം ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തണം, ആ മാറ്റങ്ങൾ വരുത്തുമ്പോഴുള്ള ആ ദൈവിക വിടുതലിൻ്റെ ശക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ അത് അവരെ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമായിട്ടുള്ള ആ റീകണക്ഷനിലേക്ക്, അല്ലെങ്കിൽ ആ വലിയ ബന്ധത്തിലേക്ക്, ആ ദൈവമായിട്ടുള്ള ഒരുമയിലേക്ക് വരുന്ന അവസ്ഥകൾ പലപ്പോഴും ഇന്നും അപ്രകാരമുള്ള അവസ്ഥകൾ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവം എന്ത് കൽപ്പിച്ചാലും, അതുകൊണ്ടാണ് ദൈവവചനത്തിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവമാണ്, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എന്തവൻ കൽപ്പിച്ചാലും അതനുസരിച്ചാൽ അത് വലിയ ജനക്കൂട്ടത്തെ, കാരണം നമുക്കിവിടെ വടക്കേ ഇന്ത്യയിൽ പുറത്തു പോയി ഇറങ്ങി പ്രവർത്തിക്കുവാനൊന്നും വലിയ സാഹചര്യമില്ല. നമുക്ക് ഔട്ട്റീച്ച് ചെയ്യുവാനോ, അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോയി സ്ട്രീറ്റുകളിൽ, പണ്ട് പ്രസംഗിച്ച് നടന്ന ഒരു കാലമുണ്ടായിരുന്നു, സ്ട്രീറ്റുകളിൽ ഇഷ്ടംപോലെ ട്രാക്റ്റുകൾ കൊടുക്കുമായിരുന്നു, വചനം കൊടുക്കുമായിരുന്നു, ബൈബിളുകൾ കൊടുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊരു സാഹചര്യം നമുക്ക് അടഞ്ഞു പോയപ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, ഇന്ന സ്ഥലത്തേക്ക് നീ പോ. ഇങ്ങനെ ആ സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തിയോടെ കാണാറുണ്ട്. ആ സ്ഥലത്ത് വലിയ വിടുതലുകൾ നടക്കുന്ന അവസ്ഥകൾ, വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന അവസ്ഥകൾ, വലിയ വീര്യപ്രവൃത്തികൾ, ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ കാണാറുണ്ട്. ദൈവം ജനത്തെ യഥാർത്ഥമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജനത്തെ ഏകീഭവിപ്പിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനേക യൗവനക്കാർ, നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ യൗവനക്കാരോട് വചനം പറഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റെടുക്കാത്തവർ പരിശുദ്ധാത്മാവരോട് സംസാരിക്കുമ്പോൾ മുഴങ്കാലിരുന്ന വചനം ഏറ്റെടുക്കുവാൻ, അതുപോലെ ദൈവമായിട്ടുള്ള റീകണക്ഷനിലേക്ക് അവർ വരുവാൻ തക്കവണ്ണം വചനമെടുത്ത് പ്രാർത്ഥിക്കുവാനും വചനപ്രകാരം തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ, കുടുംബങ്ങളിലുള്ള സന്തോഷം, മാതാപിതാക്കൾ അവർ സന്തോഷം വിളിച്ചറിയിക്കാറുണ്ട്. ഒരു ദേശത്തേക്ക് കടന്നുപോയി മടങ്ങി വരുമ്പോൾ അവർ സന്തോഷം, മക്കൾ അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വിടുതലുകൾ. ഞാൻ പറയുവാനാഗ്രഹം, നമ്മൾ ഇന്നും കർത്താവ് അതേ ദൈവമാണ്. ദൈവം പഴയ കാലത്ത് നോഹയോട് കൽപ്പിച്ചു, അബ്രാമിനോട് കൽപ്പിച്ചു, അല്ലെങ്കിൽ യോനയോട് കൽപ്പിച്ചു. അവരെന്ത് പറഞ്ഞത് അവർ പോയി ചെയ്തു. യോന ചെയ്തില്ല, പക്ഷെ ദൈവം ചെയ്യിപ്പിച്ചു യോനയെ കൊണ്ട്. എന്നാൽ പറഞ്ഞ വചനത്തെ വ്യക്തിപരമായി ഏറ്റെടുത്ത ജീവിതങ്ങൾ അവരെല്ലാം വിടുവിക്കപ്പെടുവാൻ ഇടയെത്തുന്നു. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ വടക്കേന്ത്യയിലും ജനം എങ്ങനെയാണ് നാം പോയിരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മ സംസാരിക്കുവാൻ തുടങ്ങും. ആ സംസാരിക്കുന്ന വിഷയങ്ങൾ അവരുടെ ലൈഫിലേക്ക് യഥാർത്ഥമായ ഒരു ടേണിംഗ് പോയിന്റായി അവരുടെ ലൈഫിനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന, ക്രിസ്തുവിലേക്ക് തിരിക്കുന്ന, ഒരു മനുഷ്യനിലേക്കല്ല മറിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്ന. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പറയുന്നു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഒരുപക്ഷെ നമ്മുടെ അധ്വാനം, നമ്മുടെ കഴിവിനാൽ നാം ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം എന്ത് കൽപ്പിച്ചോ, പത്രോസ് ചിന്തിക്കുമ്പോൾ എന്താ പറയുക, മീൻപിടുത്തക്കാരൻ ഒരിക്കലും അനുസരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പകൽ സമയം വലയിറക്കുക എന്ന് പറയുന്നത്. കാരണം പകൽ സമയം മീനുകളൊന്നും എന്താ പറയുക വലയിൽ കയറുകയില്ല, ഒരിക്കലും വലയിൽ കയറില്ല. കാരണം വെളിച്ചം കണ്ടാൽ അത് വലയിൽ കയറില്ല. മീൻപിടുത്തക്കാരൻ നല്ലതായിട്ടറിയാം, ഒരിക്കലും ഒരു മീൻപിടുത്തക്കാരനായ ഒരു വ്യക്തിക്ക് അനുസരിക്കുവാൻ സാധ്യമല്ല. എങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നു, പത്രോസ് പറയുകയാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. കാരണം അത് അനുസരണമാണ്, ഒരിക്കലും സാധ്യതയില്ല. എന്നാലും ദൈവം പറഞ്ഞല്ലോ. അപ്പം ദൈവം പറഞ്ഞത് അതുപോലെ നാം അനുസരിക്കുന്നുവെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അനുസരിക്കുമ്പോഴുള്ള നിറവിനെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അനുസരിക്കുമ്പോഴുള്ള ദൈവിക വിടുതലുകൾ. എരിഹോ പട്ടണത്തിൽ അനുസരിച്ചപ്പോൾ ഉള്ള ഒരു ദൈവിക വിടുതലുകൾ. കാരണം ഇസ്രായേൽ ജനം കടന്നു പോകാതാണ് അടച്ച് ഉറപ്പിച്ച്, ഇനി എന്താ പറയുക, അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തിറങ്ങുന്നില്ല, ഇനി ആർക്കും കയറുവാനോ ഇറങ്ങുവാനോ സാധ്യമല്ല. അതുപോലെ അടിച്ചുറപ്പിച്ച്, ശത്രുവായ പൈശാചിക ശക്തികൾ അതുപോലെ അടച്ചുറപ്പിച്ച് നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ ലഭിക്കാതെ വണ്ണം അടച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള സകല ബന്ധനങ്ങളെയും ദൈവത്തെ നാം അനുസരിക്കുന്നതിലൂടെ ആ ബന്ധനങ്ങൾ തകരുവാൻ, ആ ശക്തികൾ തകരുവാൻ, അന്ധകാര ശക്തികൾ വിട്ടുപോകുവാൻ എന്നൊക്കെ വേണം ഇടയെത്തീരും. ഇവിടെയാണെങ്കിൽ നമുക്ക് ശീമോൻ പത്രോസിൻ്റെ കാര്യം കാണാൻ സാധിക്കുന്നു. ഇവിടെയാണ് തികഞ്ഞ അനുസരണമാണ് ശീമോൻ പത്രോസ് കാണിക്കുന്നത്. തികഞ്ഞ അനുസരണത്തോടെ ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം അവൻ തീരുമാനിച്ചപ്പോൾ തന്നെ, അവനെ വല ഇറക്കിയപ്പോൾ തന്നെ
അതാണ് അതിൻ്റെ ഇത്. വല അവനെ ഇറക്കിയുള്ളൂ. വല ഇറക്കിയപ്പോൾ തന്നെ വലിയ മീൻകൂട്ടം അവിടെ കടന്നു വരുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക്. ഒരു പടകല്ല, പത്രോസ് ഇരുന്നത് ഒരു പടക, പക്ഷെ ആ ഒരു പടകല്ല, മറിച്ച് മറ്റേ പടക, മാടി വിളിച്ച പടകും നിറഞ്ഞ് മുങ്ങുമാറാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ അനുസരണത്തിലൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുവാനിടയിൽ തീരും. നോഹയുടെ ജീവിതത്തിൽ നോഹ മാത്രം അനുസരിച്ചത്, പക്ഷെ നോഹ അനുസരിച്ചത് അത് മറ്റുള്ളവരിലേക്കും അനുസരണത്തിലേക്ക് മുഖാന്തരമായി തീരുവാൻ, കാരണം ആ കുടുംബം വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ തികഞ്ഞ അനുസരണം എന്താ പറയുക, അനേകരെ വിടുവിക്കുവാൻ അബ്രഹാം അനുസരിച്ചു. അതൊരു വലിയ ജാതിക്ക്, ഇസ്രായേൽ ജനത്തിന്, അല്ലെങ്കിൽ അബ്രഹാം അനുസരിച്ച് ഇന്ന് നമുക്ക് ഒരു വിടുതലായി തീരുവാനിടയിൽ തീർന്നു. ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമാണ് അബ്രഹാം അനുസരിച്ചു. അതുപോലെ പത്രോസ് അനുസരിച്ചു. ഒരിക്കലും സാധ്യതയില്ല. എങ്ങനെ അനുസരിക്കും? മീൻപിടുത്തക്കാരൻ അനുസരിക്കുവാൻ സാധ്യതയില്ലാത്ത ആ സാധ്യതയിൽ അനുസരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, എങ്ങനെ ഞാൻ ഈ കാര്യം ചെയ്യും? പക്ഷെ അത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാൻ ഇടയായി തീരും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല സമയങ്ങളിലൂടെ ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, കൊടും തണുപ്പിൻ്റെ മധ്യത്തിൽ, -ഡിഗ്രിയുടെ മധ്യത്തിൽ ദൈവം ഉപവസിക്കുവാൻ പറയുമ്പോൾ ദൈവമേ എങ്ങനെ സാധിക്കും? എന്നാൽ ദൈവത്തോട് കൃപ ചോദിച്ച് ദൈവം പറഞ്ഞതല്ലേ, ദൈവം പറഞ്ഞ ആ വാക്ക് അനുസരിക്കണമല്ലോ, അതുകൊണ്ട് ഉപവസിക്കാറുണ്ട്. അങ്ങനെ ഉപവസിക്കുന്നത് അനേക ദേശങ്ങളിലെ ജനങ്ങളുടെ മാനസാന്തരത്തിന്, അനേക പൈശാചിക മണ്ഡലങ്ങൾ വിടുവിക്കപ്പെടുവാൻ, മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ടവർ വിടുവിക്കപ്പെടുവാൻ, ഒരിക്കലും ഞങ്ങൾ വിടുവിക്കപ്പെടില്ല എന്ന് പറഞ്ഞ് കെട്ടപ്പെട്ട് കിടന്ന ചില ജീവിതങ്ങളെ അഴിച്ചു വിടുവാൻ തക്ക വേണം, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ തക്ക വേണം ഇടയെത്തുന്നു. ഇവിടെ എബ്രായ ലേഖനം 5:9 ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു, തന്നെ അനുസരിക്കുന്ന ഏവർക്കും. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ നമുക്ക് നിത്യരക്ഷ, നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യരക്ഷ എന്ന് പറയുന്നത് തികഞ്ഞ അനുസരണമാണ്. ഒരു പ്രാവശ്യം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചു. നമുക്കറിയാം, ഒരു പ്രാവശ്യമേ സ്നാനമുള്ളൂ. സ്നാനം നമ്മൾ ജലത്തിൽ യേശുക്രിസ്തുവുമായി ഏകീഭവിപ്പാൻ സ്നാനപ്പെട്ടു. എന്നാൽ നാം പിന്നത്തേതിൽ നാം അനുസരണക്കേട് കാണിച്ചാൽ ആ നിത്യരക്ഷ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കില്ല. എന്നാൽ നിത്യരക്ഷ നമുക്കറിയാം, ഇവിടെ കാണുവാൻ സാധിക്കുന്നു, തന്നെ അനുസരിക്കുന്ന, ഇവിടെ നമുക്ക് അതിൻ്റെ മുന്നിലേക്കുള്ള ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും നമുക്ക് ലഭിക്കുന്ന ഓരോ കഷ്ടങ്ങൾ ദൈവം നൽകുന്നത് നാം തികച്ചും അനുസരണത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുവാനാണ്. എന്നാൽ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും അനുസരണമില്ലാത്ത അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുസരണം വേണ്ട നമ്മുടെ നാവിന് അനുസരണം, നമ്മുടെ നോട്ടം, പഞ്ചേന്ദ്രിയത്തിനുള്ള അനുസരണം, നമ്മുടെ ശരീരം അനുസരിക്കുന്നുണ്ടോ? കാരണം ഞാൻ റോമലേഖനം 8:23 പറഞ്ഞപ്പോൾ ആ ഞെരുങ്ങുന്നത് ആരാ? ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ആ നരക്കം എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ. ഞാൻ പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് അനുബന്ധിച്ച് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. ആ കാര്യങ്ങളെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങളെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നാം ലോക മനുഷ്യരെ പോലെ അനുസരണക്കേടിലല്ല, മറിച്ച് ലോക മനുഷ്യരെ പോലെയല്ല, അനുസരണമുള്ളവരായിട്ടും നമ്മുടെ അകത്തൊരു നരക്കമുണ്ട്. കാരണം അവർ അനുസരിക്കുവാനുള്ള സാധ്യതകൾ നമുക്ക് തരുന്നുമില്ല. അതുപോലെ നമ്മളെ നരക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. എന്നാൽ ആ നരക്കം നമ്മുടെ അകത്തെ മനുഷ്യൻ വളർച്ച പ്രാപിക്കുകയാണ്. ആ നരങ്ങുന്ന അവസ്ഥയിൽ നാം യഥാർത്ഥമായിട്ടും when we are growing in the Lord, നമ്മുടെ അകത്തെ മനുഷ്യൻ നരങ്ങുമ്പോൾ തന്നെ നാം നമ്മുടെ ആത്മീകമായ വർധനവിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുസരണം നമ്മളുടെ അകത്തേക്ക് വരുമ്പോൾ നാം വളർച്ചയാണ്, ആത്മീകമായി വളരുകയാണ്. ആത്മീക ദർശനത്തിൽ വളരുന്നു, ആത്മീക കാഴ്ചപ്പാടിൽ വളരുന്നു. ദൈവം പറയുന്നത് അതുപോലെ
ഏറ്റെടുത്തുന്ന ചെയ്യുന്ന കാര്യത്തിൽ നാം വളരുന്നു. ഇവിടെ ക്രിസ്തു യേശു കഷ്ടം അനുഭവിച്ചു. യേശു കഷ്ടം അനുഭവിച്ചതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കഷ്ടം അനുഭവിച്ചു, അവൻ പുത്രനായിട്ടും അവൻ കഷ്ടം അനുഭവിച്ചു. അതിൻ്റെ കാരണം എന്താ? അവൻ തികഞ്ഞവനായി തീരുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടം അനുഭവിച്ചത് നാം അനുസരണം പഠിക്കുമ്പോഴാണ് നാം തികഞ്ഞവരായി തീരുന്നത്. നാം അനുസരണത്തിലാണ് നാം തികവിലേക്ക്, അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിൻ്റെ തികവിലേക്ക് വരുന്നത്. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു ക്രിസ്തു യേശു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു ക്രിസ്തു അബ്രഹാം അപ്രകാരം അനുസരണത്തിൻ്റെ ആത്മാവിനാൽ ഒരു സമ്പൂർണ്ണ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിൻപറ്റുവാൻ തക്കവണ്ണം അനുസരണം കാണിച്ചു. താൻ കാണാത്ത ദേശത്തേക്ക് താൻ പോകുന്ന ഒരവസ്ഥ. അതുപോലെ യേശു ക്രിസ്തു നമുക്ക് ഉത്തമ മാതൃക എന്ന് പറയുന്നത്, യേശു ക്രിസ്തു നമുക്കറിയാം ക്രൂശിലെ മരണത്തോളം എപ്പോഴും അനുസരണമുള്ള ഒരവസ്ഥ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. തികച്ചും അനുസരണത്തിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. നാം തികച്ചും ഒരു അനുസരണം, ദൈവം എന്ത് കൽപ്പിച്ചാലും, എന്താണ് നമ്മോട് ദൈവം കൽപ്പിക്കുന്നത്, ആ കാര്യങ്ങളിൽ നമുക്ക് തികവിലുള്ള അനുസരണമാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം തികവോടെ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ, തികവോടെ ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ദൈവഹിതത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ നാം ചിന്തിക്കാം, ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെയാണ് അനുസരിക്കേണ്ടത്. എന്നാൽ അത് അനുസരിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം പെരുത്തക്കൂട്ടം അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. ആ പെരുത്തക്കൂട്ടം എന്ന് പറയുമ്പോൾ നാം എന്തനുസരിക്കുന്നു അതിനനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46 നാം വായിക്കുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇവിടെ നോക്ക്, ചെയ്യാതിരിക്കുക. ദൈവം പറയുന്ന അനുസരണം എന്ന് പറയുന്നത് പ്രവൃത്തിയിലാണ് വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണ്. ദൈവം പറയുന്നത്, അനുസരണം എന്ന് പറയുന്നത് നാം വാക്കുകൊണ്ട് നാം അനുസരിക്കാമെന്ന് പറയുന്നതല്ല, മറിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്ന ആ സംസാരം, ദൈവശബ്ദം. എന്നാൽ ഇവിടെ പറയുന്നു, യേശു പറയുന്നു, നിങ്ങൾ കർത്താവ് കർത്താവ് എന്നെ വിളിക്കുന്നു, പക്ഷേ ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ചെയ്യുന്നതാണ് അനുസരണം എന്ന് പറയുന്നത്. എൻ്റെ അടുക്കൽ വന്നു എൻ്റെ വചനം കേട്ടു ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആരോട് തുല്യമെന്ന്? ആഴെ കുഴിച്ചു പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അതു ഇളകിപ്പോയില്ല. കേട്ടിട്ടു ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു, ആ വീടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നു, നല്ലവണ്ണം പണിതിരിക്കൊണ്ട്. അപ്പം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ യഥാർത്ഥമായി നല്ല പണിയെന്നാണ് ദൈവവചനം പറയുന്നത്. നാം അനുസരിക്കുമ്പോൾ നല്ല പണിയാണ്, ആത്മാവിൻ്റെ നല്ല പണി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നല്ല പണിയാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് നല്ല പണി, നല്ലൊരു പ്രവൃത്തി, അല്ലെങ്കിൽ അവൻ്റെ പണി നമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പണി പരിശുദ്ധാത്മാവിൻ്റെ. ചെയ്യുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിന് പണിയുവാൻ സാധിക്കുന്നില്ല. നാം പണിത് തീർക്കപ്പെട്ട ഒരു നല്ല ഒരവസ്ഥയിലേക്ക്, നാം പണി തീർന്ന അവസ്ഥയിലേക്ക് വരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പണി തീർന്ന അവസ്ഥയിലേക്ക് വരുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മിലൂടെ അനേക കാര്യങ്ങൾ, നമ്മിലൂടെയും പല കാര്യങ്ങൾ അനേകർക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയെത്തീരും. ഇവിടെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അതിന് 5 മുതൽ വായിക്കുമ്പോൾ, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ്, ഇതൊക്കെ അനുസരണം കെട്ട ശൗലിനോട് പറയും, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, നീ പട്ടണത്തിൽ ചെയ്യുക. നീ അവിടെ ചെന്ന് നിന്നോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടെ നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. ഒരു അനുസരണം കെട്ട ശൗൽ,
ആ ശൗൽ അവനെ അനുസരണമുള്ളതായി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്കറിയാം, അവിടെ ദൈവം ഒരു ശിഷ്യനെ, ദൈവത്തിൻ്റെ ഒരു ശിഷ്യനെ അവിടെ വെക്കുകയാണ്, അനന്യാസ്. അവിടെ നമുക്ക് അനന്യാസിനെ കാണാൻ സാധിക്കുന്നു. അനന്യാസിൻ്റെ ദൈവം ഒത്തിരി പ്രവൃത്തി ചെയ്തു. എന്നാൽ ഇവിടെ ശൗലിനെ കുറിച്ച് പറയുന്നു. ഇവിടെ ശൗലിനെ ദൈവം ഒരു എൻകൗണ്ടർ, ദൈവമായിട്ടുള്ള എൻകൗണ്ടർ, എങ്ങനെയാണ് ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നത്. ഒരു പക്ഷേ എത്ര ജനം ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ 5-ാം വാക്യത്തിൽ പറയുന്നു, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചു. ശൗലാണ് ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. നോക്ക്, യേശുവിന് വിരോധമായ നിന്ന വ്യക്തി, യേശുവിനെ സേവിക്കുന്നവരെ, യേശുവിനെ പിൻപറ്റുന്നവരെ ഉപദ്രവിക്കുന്ന വ്യക്തിയോട് യേശുവിൻ്റെ കൽപ്പന, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. ഒരു അഭ്യർത്ഥനയല്ല, യേശു കൽപ്പിക്കുകയാണ്, നീ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അനുസരിച്ച് ചെല്ലുന്ന ഇടത്താണ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവം പറയുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നാം എവിടെ പല പ്രാവശ്യം ദൈവസന്നിധിയിൽ ഒരു കൊച്ചവധി കിട്ടുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് കൊച്ചവധി കിട്ടുമ്പോൾ എപ്പോഴും ദൈവത്തോട് ചോദ്യം, കർത്താവേ ഈ അവധി സമയത്ത് എവിടെയാണ് പോകേണ്ടത്? ഒരു എൻ്റർടൈൻമെൻറ്റിന് പോകാറില്ല, മറിച്ച് മറ്റേതെങ്കിലും ദേശത്ത് കടന്നുപോയി, ഏതെങ്കിലും ഇടങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷ ചെയ്യുവാൻ തക്ക വേണം. നാം പഞ്ചാബിലായിരിക്കുന്നു, എന്നാൽ വേറെ കുറച്ചും കൂടി ദൂരത്തേക്കൊന്ന് കടന്നു പോകുവാൻ, കാരണം ആ അവധി സമയം ലഭിച്ചു, ആ സ്ഥലത്ത് കടന്നുപോയി അവിടെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പ്രത്യേക ദർശനത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ, ദൈവശബ്ദത്തിലൂടെ ചില സ്ഥലങ്ങൾ, ചില വ്യക്തികൾ, ചില കുടുംബങ്ങളെ ദൈവം വെളിപ്പെടുത്തി അവിടെ കടന്നു പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ പറയാറുണ്ട്. അവിടെ കടന്നു ചെല്ലുമ്പോഴാണ് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവം എപ്പോഴും പറയാറുള്ളത്. ഒരിക്കലും പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഒരിക്കലും ദൈവം വെളിപ്പെടുത്താറില്ല. എന്താണ് ചെയ്യുന്നത്? അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും ദൈവം പറയാൻ അവിടെ ഇരുന്ന് ഉപവസിക്കുവാൻ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ, അവിടെയുള്ള അവരുടെ വിഷയങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുവാൻ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം എന്ത് ദൈവം പറയുന്നത് ചെയ്താൽ, ശൗല് എന്താ പറയുക, ഒരിക്കലും അനുസരണമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ദൈവം പറഞ്ഞു, നീ ചെല്ലണം, അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയും. അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. കൂടെയുള്ളവർ ശബ്ദമേ കേട്ടുള്ളൂ, അവർക്ക് മനസ്സിലായില്ല എന്താ സംസാരം എന്നുള്ളത്. സംസാരം മനസ്സിലായത് ശൗലിന് മാത്രമായിരുന്നു. ആരെയാണ് ദൈവം എന്തു വിഷയത്തോടനുബന്ധിച്ച് ആ വ്യക്തിയെ കൊണ്ട് ദൈവം ആ കാര്യം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയോട് ദൈവം സംസാരിക്കുകയും ആ വ്യക്തി അനുസരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയിലൂടെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയെത്തീരും. ആ ശൗല് അനുസരിച്ചു, പട്ടണത്തിൽ പോകാൻ പറഞ്ഞു, പോയി, അവിടെ ചെന്നു. 3 ദിവസം തിന്നാതെ കുടിക്കാതെ ഇരുന്നു. കാരണം ആരും വന്നിട്ടില്ല, ഒന്നും അറിയില്ല. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അനന്യാസ് വന്നു, അവൻ്റെ തലയിൽ കൈവച്ചു. ഒരു ചിതമ്പല് പോലെ നമുക്കതെല്ലാം വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എന്താ പറയുക, അവൻ അതിനുശേഷം എന്താ പറയുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറ്റപ്പെട്ട ഒരു വ്യക്തിയെ അനുസരിച്ച വ്യക്തിയിലൂടെ ദൈവം ഒരു ഉണർവിൻ്റെ കൊടുങ്കാറ്റ്, ആനടിക്കുന്ന ദൈവപ്രവൃത്തി, അനേക ജനങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അന്ത്യകാല ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം നമ്മെ ഒരുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും എപ്രകാരമാണ് ശൗലിനെ പൗലോസാക്കിക്കൊണ്ട് ദൈവം എപ്രകാരമാണ് ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഇടയെ തീർന്നത്. ന്യായാധിപന്മാർ 13-ന്റെ ഒരു വാക്യം കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാർ 13-ാം അധ്യായം, 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 14-ാം വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് മനോഹയുടെ കുടുംബത്തോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളാണല്ലോ നമുക്ക് സുപരിചിതമാണ്. ഇതിൻ്റെ 13-ാം വാക്യത്തിൽ യഹോവയുടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. പറഞ്ഞതൊക്കെയും, കാരണം ദൈവശബ്ദമാണ്, ദൈവശബ്ദം പറഞ്ഞു കേട്ടതെല്ലാം സൂക്ഷിച്ചു കൊള്ളട്ടെ. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്, വീനും മദ്യവും കുടിക്കരുത്, അശുദ്ധമായത് തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണം. ദൈവത്തിന് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നതിന് മുൻപ് ദൈവം എന്താ പറയുക, ഞാൻ പറഞ്ഞതൊക്കെയും ആചരിക്കണം. ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്നവരിലൂടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളൂ. മനോഹയുടെ വൈഫിനെ
അവരുടെ പേര് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ. എന്നാൽ മനോഹയുടെ വൈഫിലൂടെ ദൈവം എന്ത് ചെയ്യുകയാണ്? മനോഹയുടെ വൈഫിലൂടെ ദൈവം അവളൊരു മാധ്യമമാക്കി ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിക്കുവാനുള്ള ഒരു ശിംശോനെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയെത്തീർന്നു. നാം ഒരു വ്യക്തിയെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുസരിക്കുന്ന ഒരു വ്യക്തി ആ സ്ത്രീക്ക് അനുസരണക്കേട് കാണിക്കാമായിരുന്നു. പക്ഷേ യഹോവ കൽപ്പിച്ചതൊക്കെയും ആചരിക്കുവാൻ അനുസരിക്കുവാൻ അവൾ തയ്യാറായപ്പോൾ അവളിലൂടെ ഒരു വലിയ ഇസ്രായേലിൽ ഒരു വലിയ വിടുതൽ, ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കളെ തകർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തിയെ ഉൽപ്പാദിപ്പിക്കുവാൻ തക്കവണ്ണം, ശത്രുവിൻ്റെ തല തകർക്കുന്ന ഒരു വ്യക്തിയെ ജനനം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ആ സ്ത്രീയെ ഒരു സ്ത്രീയെ ഉപയോഗിക്കുവാൻ ഇടയെ തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ആയിരിക്കുന്ന ഏത് സ്ഥാനങ്ങളിലും നാം തികഞ്ഞും അനുസരണോടെ ഇരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫലം ഭയങ്കര വലുതായിരിക്കും. അതിൻ്റെ ഫലം വളരെ വലുതാണ്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുന്നതിനേക്കാളും വലുതാണ്. നമുക്ക് ചിന്തിച്ചാൽ ഒരിക്കലും അതിന് വലിയൊരു ഫലമാണ്. കാരണം ആ റിസൾട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അനുസരിച്ചാൽ, when we obey God, the result is so great. നാം ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫലം വളരെ വലിയൊരു ഫലമാണ്, വളരെ ഫലവത്തായ ഒരു അവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ നാം ദൈവം എന്തു പറയുന്നു ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ചെവിയെ ട്യൂൺ കൊടുത്ത് നമ്മുടെ ഹൃദയത്തെ ട്യൂൺ ചെയ്തുകൊണ്ട് ദൈവം എന്താണ് എന്നോട് ഇന്ന് സംസാരിക്കുന്നത്, അത് ഞാൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ഒരു ലോക ജനതയ്ക്കൊരു വിടുതലായി തീരുവാൻ നോഹ അനുസരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ലോകത്തൊരു ഭൂമിയിൽ ഒരു മനുഷ്യനും ശേഷിക്കില്ലായിരുന്നു. നോഹ അനുസരിച്ചു, അബ്രഹാം അനുസരിച്ചു. അത് ഇസ്രായേൽ ജനത്തിന്, ലോക മനുഷ്യർക്ക് അനുഗ്രഹമായി തീർന്നു. പത്രോസിൻ്റെ നമുക്കറിയാൻ സാധിക്കുന്നു, പത്രോസ് അനുസരിച്ചു. എന്താ പറയുക, ഒരിക്കലും ഒരു മുക്കുവൻ അനുസരിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് അവൻ അനുസരിച്ചു. 2 വള്ളങ്ങൾ നിറഞ്ഞ് അത് വള്ളം മുങ്ങുവാറ് അതുപോലൊരു അവസ്ഥയിലേക്ക് പൗലോസ് ശൗലായിരിക്കുന്ന അവൻ ഡെമസ്കോസിൻ്റെ പടിവാതിൽക്കൽ യേശുമായിട്ടുള്ള എൻകൗണ്ടറിൽ അവൻ താഴെ വീണപ്പോൾ അവൻ ദൈവം പറഞ്ഞത് അവനെ അനുസരിച്ചു, ജസ്റ്റ് അനുസരിച്ചു. നെക്സ്റ്റ് എന്തെന്ന് അവനറിയില്ല. അവൻ കണ്ണ് കാണാത്തവനെ, അവൻ്റെ കൂടെയുള്ള ശബ്ദമേ കേട്ടുള്ളൂ, ഒന്നും അറിഞ്ഞില്ല. പക്ഷെ അവൻ അനുസരിച്ചു. ആ അനുസരണം അനേക ബൈബിളിലെ അനേക വേദഭാഗങ്ങൾ, അനേക ലേഖനങ്ങൾ, ഇന്ന് നമുക്കുള്ള അനേക ലേഖനങ്ങൾ, അതുപോലെ അനേക ലോക രാജ്യത്തിലുള്ള അനേക അന്യജാതിയിലുള്ളവർ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്ക വേണം. അനേക രാജാക്കന്മാരുടെ മധ്യത്തിൽ ദൈവം അവനോട് പറഞ്ഞു, ഐ വിൽ മേക്ക് ഹിം എ ഇൻസ്ട്രുമെൻ്റ്. ദൈവത്തിന് വേണ്ടി ഒരു ഇൻസ്ട്രുമെൻ്റായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി ഒരു മാധ്യമമായി തീരുവാൻ തക്കവണ്ണം അവൻ വളരെ സഹിച്ചതുകൊണ്ട്, കഷ്ടത സഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വലിയൊരു ഇൻസ്ട്രുമെൻ്റായി അവൻ്റെ തലമുറയിൽ അവൻ വലിയൊരു കൊയ്ത്ത് കൊടുക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരു വലിയ കൊയ്ത്തിലേക്ക് അനേക ജനങ്ങളെ കൊയ്തെടുക്കുവാനുള്ള ഒരു വലിയ ശുശ്രൂഷ പൗലോസിന് ലഭിക്കുവാനിട. അങ്ങനെയെങ്കിൽ നാം ദൈവം പറയുന്നത് പോലെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവം പറയുന്നത് പോലെ നാം അനുസരിക്കുന്നുവെങ്കിൽ, ദൈവം പറയുന്നത് പോലെ നാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിൽ ഈ തലമുറയിൽ ദൈവത്തിന് നമ്മെ ശക്തമായി കരത്തിലെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുവരെയും ലോകം കാണാത്ത ഒരു ഉണർവിൻ്റെ കൊടുങ്കാറ്റ്, ഈ അന്ത്യകാലത്ത് ഒരു വലിയ ഉണർവിൻ്റെ കൊടുങ്കാറ്റിന് വേണ്ടി ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമോ? തികച്ചും അനുസരണത്തിനായി നമ്മുടേതായ മാനുഷികമായിട്ടുള്ള പ്ലാനുകൾ നമുക്ക് ക്യാൻസൽ ചെയ്തുകൊണ്ട്, നമ്മുടെ മാനുഷികമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളെ നമ്മൾ ക്യാൻസൽ ചെയ്തുകൊണ്ട്, മനോഭാവത്തെ അത് മാറ്റിവെച്ചുകൊണ്ട്, പൈശാചികനെ ഒരുക്കുന്ന പോരുകളെ തകർത്തുകൊണ്ട് ദൈവഹിതത്തിനു വേണ്ടി, ദൈവ ഇഷ്ടത്തിനു വേണ്ടി, ദൈവ ശബ്ദത്തിന് വേണ്ടി, ദൈവം പറയുന്നത് ചെയ്യുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ അനുസരണത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കും. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒരു വലിയ കൊയ്ത്തുണ്ട്. ഈ ലോകരാജ്യങ്ങൾ മുഴുവനും ക്രിസ്തുവേശുവിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ഉണർവിൻ്റെ കൊടുങ്കാറ്റായി അന്ത്യകാലത്ത് കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ ഇടയെത്തീരും. റീഖാനബ രഗതകല, ഓറബന രഗതകല, ജനബന രഗതകല, ഓറിബന രഗതകല, हमदना रगदगला। परमेश्वर यीशु मसीह जी हम आपको धन्यवाद देना चाहते प्रभु जी, सुंदर समय के लिए परमेश्वर, की उपस्थिति में आने के लिए परमेश्वर, कुछ वचन के साथ आपके सामने बैठने के लिए परमेश्वर, के बातों को मानने वाले की जिंदगियों में परमेश्वर देने वाला बड़े बड़े छुटकारा, बड़े बड़े आशीष उनके द्वारा परमेश्वर देने वाला बड़े बड़े जागृति के बारे में, बड़े बड़े अद्भुत कामों के बारे में परमेश्वर, कैसे परमेश्वर भूताई से वैसे लोगों को इस्तेमाल करते परमेश्वर, उनके द्वारा इनकी पीढ़ी पीढ़ी आशीषित होने तक रिखान बरेगदगल पूरा दुनिया के परमेश्वर कोने तक लोग आशीषित होने वाला, आशीष होने के लिए परमेश्वर हमारे साथ
हर एक जीवन को हम परमेश्वर के हाथों में समर्पण करते प्रभु जी। परमेश्वर प्रार्थना करते अपर रोम डालस प्रेयर लाइन के लिए परमेश्वर आपके दास दासी लोगों के लिए प्रभु जी, बच्चे लोगों के लिए प्रार्थना करते रीबा न सथुरा न करेगा दगला प्रभु जी। परमेश्वर के दास पास्टर जोसेफ के लिए परमेश्वर, और हालेलुया हर एक दास दासी लोगों के लिए परमेश्वर रीबा सथुरानेगा परमेश्वर हर एक जीवन को यीशु के हाथ में समर्पण करते प्रभु जी। परमेश्वर हमारे अंतिम परमेश्वर समयों में हमारे एक ही प्रार्थना परमेश्वर, हम लोग भी आपकी बातों को मानने वाला, हर एक शब्द को मानने वाला, परमेश्वर कुछ भी बोले वैसे करने वाला बनने के लिए प्रभु जी। कभी कभी हमको परमेश्वर पता नहीं होते हैं क्यों परमेश्वर ने शब्द बोला, कैसे करना है, परंतु परमेश्वर हम बातों को मानकर चलने वाला बनने के लिए पिता पुत्र पवित्र आत्मा के नाम पर प्रभु जी हमको आशीष दीजिए। आपके पवित्र हाथों में हमारे जिंदगियों को समर्पण करते परमेश्वर ने दिया हुआ एक अच्छे समय के लिए धन्यवाद के साथ प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र नाम से आमीन आमीन।